CK-നെ പ്രത്യക്ഷപ്പെടാറുണ്ടെന്ന് അർത്ഥം. ചിരിക്കല്ലേ ചാരു. PK നാളെ വന്നു കേട്ടോ. സ്ഥിര പരിപാടിയാണല്ലോ അത്. ചാരു അല്ലാതെ വേറെ ചാരുമാരുണ്ടോ എന്ന് തിരക്കുന്നതായിരിക്കുന്നല്ലേ. ചാരു ഒരാളുടെ കാര്യം മാത്രം തിരക്കാതിരിക്കരുത്. ചാരു ഇതുപോലെ ഇഷ്ടം പോലെ കാണും. ഒരുപാട് ആരാധകരാണെന്നാ ഉദ്ദേശിച്ചോ. നേരത്തെ ആരോ മഴ ചോദിക്കായിരുന്നു. PK എല്ലായിടത്തും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. ഞങ്ങളത് വിശ്വസിച്ചടാ. ഒഴിഞ്ഞ കസേരയാണ് കാണുന്നത് ഗൈസ്. ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട് മിക്കവാറും. ശൂന്യമാണ്. വരും, പ്രത്യക്ഷപ്പെടും. ചാരു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും പറ്റും. എടേ ചാരുവും PK മാത്രമേ ഉള്ളൂ ഇപ്പം. ലൈവ് കാണുന്നവരെല്ലാം കമന്റ് ചെയ്യും. കമന്റ് ചെയ്യുന്നില്ല. എന്ത് പറ്റി? ലൈവ് കാണുന്നവർക്ക് എന്ത് പറ്റി? ആർക്കും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇനി സൂപ്പർ ചാറ്റ് ചെയ്താലും മതി. സൂപ്പർ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. PK ഇത് രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. എനിക്ക് തോന്നുന്നു PK ഇതേവരെ ആരും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ചാരുവിന്. അതുകൊണ്ടാണ് PK. ഞാൻ സപ്പോർട്ട് ചെയ്യാം, പക്ഷെ എനിക്ക് സൂപ്പർ ചാറ്റ് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. സൂപ്പർ ചാറ്റ് ചെയ്യുന്നതിന് മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യണം. നമ്മളെന്തായാലും 8:30 വരത്തില്ലേ? നമ്മളെന്തായാലും 8:30 വരും. PK ചാരും 8:30 കാണുന്ന പ്രതീക്ഷ. എന്നാലും ചായ കാണണം, കാരണം ഓഫാണ്, വർക്കിന് പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ പ്രിപ്പയർ ആയിട്ട് വെച്ചു. എന്നാൽ നിശാന്ത് കൊണ്ടുവരുന്നത് അതീവ ഗൗരവമായി ചിന്തിക്കേണ്ട ക്വസ്റ്റ്യങ്ങൾ, മറ്റേ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. PK വരാൻ നേരിട്ടുണ്ട്. ആ സമയത്തോടെ കാണണേ. അതെ, 8:30 ഇല്ലാതെ ഒരുപാട് പേര് ആ സമയത്ത് വരാറുണ്ട്. അതെ അതെ, ഞാൻ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചാര് വന്നതിന് ശേഷമാണ് സൂപ്പർ ചാറ്റില് ഇത്രയും വലിയ എമൗണ്ടുകൾ വന്നു തുടങ്ങിയത്. ചാര് വന്ന് ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് 1400 7 മണി അവിടെ ദുബായിൽ 7 മണി. അതെ, DJ എന്ന് പറയുന്ന പുള്ളി തന്നെയാണ് കേട്ടോ. ഇന്നലെ നിതിൻ എന്നോ എന്തോ ഒരു സെന്റുമാരെന്നോ അങ്ങനത്തെ ഒരു അക്കൗണ്ടിൽ ഇന്നലെ ക്യാഷ് അയച്ചിരുന്നത്. അത് രണ്ടും ഒരാളാണെന്നാണ് എന്റെ വിശ്വാസം. കാരണം നമ്മൾ അന്ന് ലൈവിൽ ചോദിച്ചിട്ടാണ് പുള്ളിയുടെ പേര്. പുള്ളി നിതിൻ എന്നാണ് പേര് പറഞ്ഞത്. ബാംഗ്ലൂരാണ് സ്ഥലം എന്ന് പറഞ്ഞു. ഇന്നലെ ആ ക്യാഷ് അയച്ച നിതിൻ ബ്രോ എടുത്ത് ചോദിച്ചപ്പോഴും അയാളുടെ സ്ഥലം ബാംഗ്ലൂരാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു രണ്ടുപേരും മേ ബി ഒരാളാവാനാണ് ചാൻസ്. ഹായ് ഗോവിന്ദ്. ഗോവിന്ദ് ഒരു എന്താ പറയാ, ഒരു മികച്ച ബാലതാരത്തിലുള്ള അവാർഡൊക്കെ വാങ്ങിച്ച വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. നേരത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ടു യു. ഗോവിന്ദ് ഏത് മൂവിക്ക്, അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ആയിരുന്നോ മൂവി ആയിരുന്നോ എന്താണെന്നുള്ളത് ഒന്ന് പറയൂ. ആ അവാർഡ് കിട്ടിയ, ഞാൻ ഗോവിന്ദ ചാനലിലെ ലൈവ് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഗോവിന്ദ് ഒന്ന് പറയൂ, എന്തിനാണ് അവാർഡ് കിട്ടിയതെന്ന് പറയൂ. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു, ഗോവിന്ദിന്റെ റീൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം വളരെ നന്നായിട്ടുണ്ട്. നല്ലൊരു ഫ്യൂച്ചർ ഉള്ള ഒരു കലാകാരനാണ് എനിക്ക് തോന്നി. ഉയരങ്ങളിൽ എത്തുക. എല്ലാവിധ ആശംസകളും നേരുന്നു. PK പോയോ? PK ചോദിച്ചപ്പോഴത്തേക്ക് പോയി. ഇത്രണ്ട കുറേ നേരം നിന്റെ പുറകെ നീ മൈൻഡ് ചെയ്തു. പോയപ്പോ കിടന്ന് PK പൂക്കെ കാര്യമുണ്ട്. അത് കേൾക്കാൻ നിശാന്ത് ഭയങ്കര ഇതാവണ്ടേ. ചോദിച്ചിട്ട് അപ്പഴ എല്ലാരും പോകുവാണ്. ചോദിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് നിശാന്ത് പരിശോധിക്കാറുള്ളത്. പോയി.
പി കെ പോയില്ല. പി കെ പോയില്ല.